ഭാഗമായിട്ടാണ് ബക്രീദ് നമ്മൾ കൊണ്ടാടിയത്. 5000 വർഷത്തിനു മുമ്പേ ഇബ്രാഹിം എന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും വളരെയധികം വർഷക്കാലം പ്രയാസപ്പെട്ട് ഒരു കുഞ്ഞിനെ കിട്ടുകയും ആ കുഞ്ഞിനെയും മാതാവിനെയും കൂടെ അവിടെ വിട്ടുകൊണ്ട് അടുത്ത പ്രദേശം പ്രബോധനത്തിന് വേണ്ടി പോകാൻ വേണ്ടി ദൈവകൽപ്പന ഉണ്ടായി. അങ്ങനെ ഇബ്രാഹിം പോയ സമയം ഇവരുടെ കയ്യിൽ 2 ദിവസത്തെ ഈത്തപ്പഴവും ജലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ദിവസം കഴിഞ്ഞ് മണലാരണ്യത്തിൽ അകപ്പെട്ട ആ മാതാവ് ഈ കുഞ്ഞിനെ മണലാരണ്യത്തിൽ ഭയങ്കരമായ കരച്ചിൽ ഈ കുഞ്ഞിൻ്റെ സങ്കടം കൊണ്ട് കുഞ്ഞിൻ്റെ മണലാരണ്യത്തിൽ കിടത്തി 7 ചെറിയ ചെറിയ കുന്നുകൾ, ഈ കുന്നുകളിൽ പോയി ആരെങ്കിലും ജലവുമായിട്ട് വരുമെന്ന് നോക്കി അങ്ങനെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് ഈ അമ്മയുടെ മുലപ്പാൽ വില പറ്റിയ ആ സാഹചര്യം ഉണ്ടായ സമയത്താണ് ഈ കുഞ്ഞിൻ്റെ പാദത്തിൻ്റെ അവിടെ ആ മണലാരണ്യത്തിൽ കാൽപാദം കൊണ്ട് സംസം കിണർ ഉത്ഭവിച്ചു വരുന്നത്. ആ സംസം കിണർ ഇത്രയും വർഷമായിട്ടും വറ്റിയിട്ടില്ല. അതാണ് ഒരു പ്രത്യേകത. ഇടക്കാലത്ത് 400 വർഷങ്ങൾക്ക് ആ സംസം കിണർ ഉത്ഭവിച്ച് വന്നപ്പം മാതാവ് ഓടി വന്ന് സംസം എന്ന് പറഞ്ഞാൽ നിൽക്കുക, അല്ലെങ്കിൽ അത് ഒരു പുഴയായി മാറിയേനെ. പക്ഷെ അതിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷം അവിടെ വന്ന ആൾക്കാർ 400 വർഷം ഈ സംസം അവിടുത്തെ മോഷ്ടാക്കളെല്ലാം കൂടെ വന്ന് ഈ കിണർ മൂടുകയും സ്വർണവും അതുപോലെ വിലപിടിപ്പുള്ള എല്ലാം വെച്ച് മൂടി അവർ നാട് വിടുന്ന അവസ്ഥ വന്നു. അതിനുശേഷം ഒരു വ്യക്തിയുടെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് ഈ കിണർ കുഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും മക്കയുടെ ഭാഗത്ത് കിണർ വീണ്ടും കുഴിച്ചു. അങ്ങനെ ആ സംസം കിണർ ഒരു സെക്കൻഡിൽ ഇപ്പോൾ 19 ലിറ്റർ വെള്ളം, ഏകദേശം 30,000 കോടി ലിറ്റർ വെള്ളം അതിൽ നിന്ന് എടുത്ത് പരിശോധന നടത്തി ലോക ജല അതോറിറ്റി. പക്ഷെ അത് എന്നിട്ടും പറ്റുന്നില്ല. ഒരു സെക്കൻഡിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 19 ലിറ്റർ വെള്ളം ആ കിണറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ജലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളിലൊന്നും വേറെ കുഴിച്ചാൽ വെള്ളം കിട്ടാത്ത ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണവും വിശപ്പും ദാഹവും മാറുന്ന ഒരു സാഹചര്യമാണ് ആ സംസം വെള്ളത്തിൻ്റെ. ആ ഒരു പ്രത്യേകതയിൽ വളർന്നു വന്ന ആ ഇസ്മായിലിന് ദൈവം കൽപ്പന ഉണ്ടായി ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുകയും പിതാവ് വളരെ മൂർച്ചയുള്ള കത്തിയായിട്ട് മണ്ണകാരണ്യത്തിൽ പോയി ഇതിനെ ബലി കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ദൈവകൽപ്പന വീണ്ടും വന്നത്. ഈ ബലി സ്വീകരിച്ചിരിക്കുകയാണ്, പകരം ഒരു ആടിനെ ബലി കൊടുക്കണമെന്ന്. അതിൻ്റെ ഭാഗമായാണ് ലോകത്ത് ഈ ഹജ്ജ് പെരുന്നാളും ബക്രീദും ആഘോഷിക്കുന്നത്. പക്ഷെ നമുക്കറിയാം 3-4 ഹജ്ജ്, നമുക്ക് ഇടയ്ക്ക് ദേശീയ പ്രസിഡന്റിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കണ്ടു, എൻ്റെ വാപ്പ 3 ഹജ്ജ് ചെയ്തെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ ഹജ്ജേ പറഞ്ഞിട്ടുള്ളൂ. ഈ 2ാമത്തെ ഹജ്ജ് നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഈ ഹജ്ജിന് പോകുന്നത് ഇപ്പോൾ ഒരു കുറച്ച് ഭാഗം പ്രഹസനമായി മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കാനുള്ളതും അവരുടെ 4 ഭാഗത്തുമുള്ള ആൾക്കാരുടെ ചികിത്സ, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ ദാരിദ്ര്യം, അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ കൈകാര്യം ചെയ്തിട്ട് ആണ് ഹജ്ജിന് പോകാനുള്ളത്. ഇതിപ്പോൾ അങ്ങനെയല്ല. പോയിട്ട് വന്ന് നമുക്ക് നമ്മളെ കുഞ്ഞിന് കല്യാണം ഉണ്ടെങ്കിൽ ഹാജിന്നും കൂടെ ചേർക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രശ്നത്തിലേക്ക് ഒരു 10-30% മാറി. പക്ഷെ അതിൻ്റെ ഇതിലായിട്ട് നമ്മൾ ഹലാൽ എന്നത് ഒരു ദുർവിനിയോഗമായിട്ട് ഇസ്ലാമിൽ നടന്നുകൊണ്ട്. പക്ഷെ ഹലാൽ എന്ന് പറഞ്ഞാൽ ഏതൊരു മൃഗത്തിനെ അറുത്ത് അതിൻ്റെ പിടച്ചുകൊണ്ട് അതിൻ്റെ ബ്ലഡ് ഫുള്ളും പോയി നല്ല മാംസം കഴിക്കുക. അത് സയൻസും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കഴിക്കാനുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ ദേശീയ പ്രസിഡന്റ് ഒരു ഡോക്യുമെന്ററിയെ കുറിച്ച് ഒരു സെക്കൻഡ് പറയാതെ പോയാൽ ശരിയല്ല. അപ്പം
ദേശീയ പ്രസിഡന്റ് ഡോക്യുമെന്ററിയിൽ പറഞ്ഞത് എൻ്റെ വാപ്പ 3 ഹജ്ജിന് പോയി, എന്നെ പർദ്ദ ഇടിപ്പിച്ചില്ല, തല പറപ്പിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് തെറ്റായ ഒരു രീതിയാണ്. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കാത്തത് കൊണ്ട് പ്രസിഡന്റിന് പറ്റിയതാണ്. പരിശുദ്ധ ഖുർആനിൽ 100 എന്ന അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തല മറയ്ക്കുക, ബാലൻസ് വരുന്ന തൊഴിൽ മാറിടത്തിലേക്ക് ഇടുക എന്ന്. അപ്പൊ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ദേശീയ പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മള് പരിസ്ഥിതി നമ്മള് ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ 100 സ്കൂളുകളിൽ പരിസ്ഥിതി വിതരണ പരിപാടി നടത്താൻ പോവുകയാണ്. അപ്പോൾ പരിസ്ഥിതിയുടെ ഭാഗമായി നമ്മൾ 100 സ്കൂളിലെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യായ പന്നിയൻ രവീന്ദ്രൻ സാർ ഇവിടെ ചേർന്നിട്ടുണ്ട്. രവിയേട്ടൻ്റെ മുമ്പിൽ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. അപ്പം ഈ പരിസ്ഥിതി ദിനാചരണ പരിപാടിയായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യ സ്പീക്കർ ഇപ്പോൾ എത്തിച്ചേരും. പന്നിയൻ രവീന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയിപ്പാട് വിളിച്ചു. Ada